ദേശീയപാതയുടെ സമീപത്ത് മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ദുരിതം അനുഭവിക്കുകയാണ് കാസർഗോഡ് ചെർക്കള സ്വദേശി മുഹമ്മദും കുടുംബവും. വീട്ടിലേക്കുള്ള പാത ശരിയാക്കി തരാമെന്ന് നിർമ്മാണ സ്ഥാപനമായ മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനി ഉറപ്പ് നൽകിയെങ്കിലും പാലിച്ചില്ലെന്നാണ് പരാതി. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയിൽ വലിയ വിമർശനമാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിക്കുമെതിരെയും ഉയരുന്നത്. കാസർഗോഡ് ചെർക്കള സ്വദേശി മുഹമ്മദിന്റെ വീട്ടിലേക്കുള്ള വഴിയാണിത്. ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിനായി 1.5 വർഷം മുമ്പാണ് മുഹമ്മദിന്റെ വീടിന്റെ സമീപത്ത് സോയിൽ ലൈനിങ് ചെയ്തത്. പ്രദേശത്തുണ്ടായ കനത്ത മഴയെ തുടർന്ന് സോയിൽ ലൈനിങ് ചെയ്ത പല ഭാഗങ്ങളും ഇപ്പോൾ ഇടിഞ്ഞിരിക്കുകയാണ്. അടിയന്തര സാഹചര്യത്തിൽ ആംബുലൻസിന് പോലും ഇങ്ങോട്ട് വരാൻ സാധിക്കില്ല. വീട്ടിലേക്കുള്ള വഴി ശരിയാക്കി തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയോട് മുഹമ്മദ് പരാതി നൽകിയത് മൂലം വീട്ടിലേക്കുള്ള പാത ശരിയാക്കി തരാമെന്ന് മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനി രേഖാമൂലം കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ ഇത് പാലിച്ചില്ലെന്നാണ് ഉയരുന്ന പരാതി. ഏകദേശം 1 വർഷം മുമ്പ് സോയിൽ ലൈനിങ് ചെയ്ത സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നുള്ളത്. സോയിൽ ലൈനിങ് ചെയ്ത സമയത്ത് ഇടിഞ്ഞ സ്ഥലമാണ് ഈ കാണുന്ന സ്ഥലം. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഈ വഴി കൂടാതെ 100-100ഓളം വീടുകൾക്ക് ഇതിലേക്ക് കണക്ഷനുള്ള ഒരു റോഡുമാണ്. ഈ റോഡ് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മേഘ കമ്പനി DLSൽ ഞങ്ങൾ പോയിട്ടാകുമ്പോഴും അവിടെ പേപ്പറിൽ എഴുതി തന്നതാണ് ഞങ്ങൾക്ക് ഇവിടെ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും ആര് പറഞ്ഞാലും ഞങ്ങളത് ചെയ്യൂല എന്നുള്ള ധാർഷ്ട്യത്തോട് കൂടിയിട്ടാണ് മേഘ കമ്പനി ഇവിടെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ അനുവാദം വാങ്ങാതെയാണ് വീടിന്റെ സമീപത്ത് സോയിൽ നെയിലിംഗ് ചെയ്തതെന്ന് മുഹമ്മദ് പറഞ്ഞു. ഇപ്പോൾ സോയിൽ ലൈനിങ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് 6 മീറ്ററോളം അകത്തേക്ക് റാഡ് അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഈ റാഡ് അടിച്ചത് കയറ്റിയത് നമ്മുടെ പറമ്പിലേക്കാണ്, പ്രൈവറ്റ് പ്രോപ്പർട്ടിക്കാണ്. നമ്മുടെ മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് 2 ആളുടെ സ്ഥലം കൂടി ഈ ലൈനിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. 6 മീറ്ററോളം ഏകദേശം അകത്തേക്കാണ് ഈ റാഡ് അടിച്ച് കയറ്റിയിട്ടുള്ളത്. ഈ റാഡ് അടിച്ച് കയറ്റിയത് നമ്മളോട് ചോദിച്ചിട്ടില്ല, നമ്മുടെ പെർമിഷനും ഇല്ല, നമ്മുടെ അടുത്ത പറമ്പും അല്ല. അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം നമ്മൾ കിട്ടണം എന്നുള്ളതാണ്. ഏകദേശം 200ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. കാസർഗോഡ് പിലിക്കോട് ഭാഗത്തും കഴിഞ്ഞ ദിവസം വിള്ളൽ കണ്ടെത്തിയിരുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിലും മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ അശാസ്ത്രീയ നിർമ്മാണത്തിനെതിരെയും പ്രദേശത്ത് പ്രതിഷേധം കനക്കുകയാണ്. കൈരളി ന്യൂസ്, കാസർഗോഡ്.